മീനോളം നാടകത്തിന്റെ ആശയം ജയപ്രകാശ് കൂളു രചിച്ച മീനോളം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അമ്മ മീനും കുഞ്ഞുമീനും. എപ്പോഴും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമീൻ എന്താണ് കടൽ എന്ന് ചോദിക്കുന്നു. എന്നാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അമ്മ മീനിന് കഴിയുന്നില്ല. മറ്റു മീനുകളോടെല്ലാം അമ്മ മീൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം ചോദിച്ചെങ്കിലും വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ലഭിച്ചത്. അങ്ങനെ ഉത്തരം കണ്ടെത്താൻ കുഞ്ഞുമീൻ യാത്ര പുറപ്പെടുന്നു. ഉത്തരം തേടി വന്നാലും ഇല്ലെങ്കിലും ഉമ്മ വയ്ക്കുമെന്ന് അമ്മ മീൻ കുഞ്ഞുമീനിനോട് പറയുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് കുഞ്ഞുമീൻ തിരിച്ചെത്തുന്നു. ഉത്തരം കിട്ടിയോ എന്ന് അമ്മ മീൻ ചോദിക്കുന്നു. കടലിനും അപ്പുറത്ത് കടൽ മുഴുവൻ മൂടുന്ന മാനമുണ്ടെന്ന് കുഞ്ഞുമീൻ പറയുന്നു. പക്ഷെ ഇത്തിരി നേരമേ അവിടെ കഴിയാൻ കഴിയുകയുള്ളൂ, അപ്പോഴേക്കും ശ്വാസം മുട്ടും. കടൽ ഉൾക്കൊള്ളാൻ കടപ്പുറമുണ്ടെന്നും കുഞ്ഞുമീൻ അറിയുന്നു. ആ യാത്രയിലൂടെ കുഞ്ഞുമീൻ അറിവിന്റെ കടലും കാണുന്നു. അവസാനം അമ്മ മരിക്കുമ്പോൾ തന്റെ തന്നെ ഭാവിയെയും കുഞ്ഞുമീൻ തിരിച്ചറിയുന്നു. ഇനി അർത്ഥങ്ങൾ നോക്കാം. വലം വയ്ക്കുക, ചുറ്റുക, പ്രദക്ഷിണം വയ്ക്കുക. മലിനം, ചീത്ത, അഴുക്ക്. തോന്യാസം, താന്തോന്നിത്തം, തന്നിഷ്ടം പോലെയുള്ള പെരുമാറ്റം. പുണ്ണ്, വ്രണം. അപ്പം, അപ്പോൾ. ഉദ്വേഗം, അമ്പരപ്പ്. ഭീതി, ഭയം. പിരാന്ത്, ഭ്രാന്ത്. ഒപ്പരം, ഒപ്പം. പെരുത്ത, വലിയ. ഇക്ഷണം, ഇപ്പോൾ. ആധിക്യം, കൂടുതൽ. പൊന്തി, ഉയർന്നു. ഗതകാലം, കഴിഞ്ഞ കാലം. വായിക്കാം, കണ്ടെത്താം. കടൽ എന്താണെന്നുള്ളതിന് അമ്മ പറയുന്ന മറുപടി എന്ത്? മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നത് കടലിൽ എന്നാണ് അമ്മ പറഞ്ഞത്. ഇതെല്ലാം കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണെന്നറിയാം. ഇപ്പറഞ്ഞത് നിനക്ക് ബോധിച്ചില്ലെങ്കിൽ നീ തന്നെ പോണം ഉത്തരമില്ല കടലിനുത്തരം തേടിയെന്നും അമ്മ പറയുന്നു. താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തെല്ലാം? കടൽ മൊത്തം മൂടുന്നതാണ് മാനം. അത് നമ്മളാരും ഇന്നേ വരെ കാണാത്തതാണെന്നും പഞ്ഞിക്കടൽ പാറിപ്പറക്കുന്നതും താരകമീനുകൾ ഉള്ളതുമാണെന്നും കുഞ്ഞുമീൻ പറയുന്നു. ഇത്തിരി നേരമേ അവിടെ കഴിയാൻ കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്കും ശ്വാസം മുട്ടി. ഉള്ളതിന് ആഴമെന്ന പോൽ പരപ്പുമുണ്ടെന്ന് കുഞ്ഞുമീൻ പറയുന്നു. അടുത്തത് ചർച്ച ചെയ്യാം, എഴുതാം. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. ഉത്തരം തേടി യാത്രയാവുന്ന കുഞ്ഞുമീനിനോട് അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഈ വാക്കുകൾ കുഞ്ഞുമീനിന് എപ്രകാരമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അമ്മയ്ക്ക് കുഞ്ഞുമീനിനോടുള്ള സ്നേഹമാണ് ഇവിടെ കാണുന്നത്. ഉത്തരം നേടി വന്നാലും നേടാതെ വന്നാലും അമ്മയുടെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവുന്നില്ല. ഇത് കുഞ്ഞുമീനിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. വിജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭയമില്ലാതെ തന്നെ യാത്ര തുടരാൻ കുഞ്ഞുമീനിനെ അമ്മയുടെ വാക്കുകൾ സഹായിച്ചു. പരാജയപ്പെട്ടാലും സാരമില്ല, എന്തു വന്നാലും അമ്മ കൂടെയുണ്ടാകും എന്ന ചിന്ത കുഞ്ഞുമീനിന് ധൈര്യം നൽകി. അടുത്തത് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാം. അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുമമ്മേ. മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിൻ്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്ത്? നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനനുസരിച്ച് അറിവുകളും മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ അറിവുകൾ നേടി മുന്നേറുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇന്നു കാണുന്ന മനുഷ്യൻ്റെ വളർച്ച തന്നെ
പഴയതിനെയെല്ലാം പിന്തള്ളി പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി ഉണ്ടായതാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള യാത്ര മനുഷ്യൻ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പഴയതിനെ മാത്രം മുറുകെ പിടിച്ചിരിക്കുന്നവർ പിന്തള്ളപ്പെടുകയും പുതിയ അറിവുകൾ സ്വായത്തമാക്കുന്നവർ മുൻനിരയിൽ ശോഭിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുമീൻ അറിവുകൾ തേടി യാത്ര തിരിക്കുകയും വിജയിച്ച് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. പുതിയ അറിവുകൾ തേടി മുന്നോട്ടു പോകണമെന്നും പഴയവയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയുമാണെന്നാണ് കുഞ്ഞുമീനിൻ്റെ അഭിപ്രായം. ഇന്നത്തെ ലോകത്തിൽ ഇതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീനിൻ്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്താവാം അതിനു കാരണം? വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. കടലിനെക്കുറിച്ചുള്ള കുഞ്ഞുമീനിൻ്റെ സംശയത്തിന് ഉത്തരം കണ്ടെത്താൻ അമ്മ മീൻ പല മീനുകളെയും സമീപിക്കുന്നു. എന്നാൽ അമ്മ മീനിന് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. ഓരോ മീനും നൽകിയ ഉത്തരം വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായതിനാലാണ് ഉത്തരവും വ്യത്യസ്തമായത്. ഏതൊരു പ്രശ്നത്തിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഓരോരുത്തർക്കുമുള്ള ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമായതിനാലാണിത്. ഈ അനുഭവങ്ങളാണ് കാഴ്ചപ്പാടിലും മാറ്റം വരുത്തുന്നത്. കടലിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ അവർക്കെല്ലാം വ്യത്യസ്തമായതിനാലാണ് ഉത്തരങ്ങളും വ്യത്യസ്തമായത്. കഥാപാത്ര നിരൂപണം എഴുതാം. ഈ നാടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ജയപ്രകാശ് കുളു രചിച്ച മീനോളം എന്ന നാടകത്തിലെ കുഞ്ഞുമീനിനെയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുകയും പുതിയ അറിവുകൾ നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് കുഞ്ഞുമീൻ. കടലിനെക്കുറിച്ചുള്ള കുഞ്ഞുമീനിൻ്റെ സംശയത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ അമ്മയ്ക്കോ മറ്റ് മീനുകൾക്കോ കഴിയാതെ വന്നപ്പോൾ ഉത്തരം തേടിപ്പോവാൻ കുഞ്ഞുമീൻ തയ്യാറാവുന്നു. യാത്രയിൽ തന്നോടൊപ്പം അമ്മയെയും കൂട്ടാൻ അവൾ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് അതിന് കഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങുന്നു. പിന്നീട് വർഷങ്ങൾക്കു ശേഷമാണ് കുഞ്ഞുമീൻ തിരിച്ചെത്തുന്നത്. കടലിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരുപാട് അറിവുകൾ നേടിയ കുഞ്ഞുമീൻ തൻ്റെ കണ്ടെത്തലുകളെല്ലാം അമ്മയോട് പങ്കുവയ്ക്കുന്നു. കുട്ടികളിൽ അന്വേഷണത്വര വളർത്തുകയും അറിവിൻ്റെ ലോകത്തേക്ക് നയിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് കുഞ്ഞുമീൻ. പദങ്ങൾ ചേർക്കാം, പിരിക്കാം. ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നുവെന്നു നെത്തോലിക്കൂട്ടം. അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും. തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടിസംഘം. അവർക്ക് മിണ്ടാട്ടമില്ലെന്നു നെമ്മീനും ചെമ്മീനും. ഈ വാക്യങ്ങളിലെ അടിവരയിട്ട ചില പദങ്ങൾ മാറ്റി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നു എന്ന് നെത്തോലിക്കൂട്ടം. തേടിപ്പോയവർന്ന് മുകളിൽ ചേർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ അവിടെ കടുപ്പിച്ചു, ഇരട്ടിച്ചു. ഇവിടെ തേടിപ്പോയവർ തേടിപ്പോയവർ എന്നായി. മുകളിൽ ഉണ്ടായിരുന്നുവെന്നു, അത് ഉണ്ടായിരുന്നു എന്ന് എന്നായി. നെത്തോലിക്കൂട്ടം, നെത്തോലിക്കൂട്ടം. അടുത്ത വരിയിൽ അവരാരും തിരിച്ചു വന്നില്ല, തിരിച്ചു വന്നില്ലെന്ന് മുകളിലുണ്ട്, അത് തിരിച്ച് വന്നില്ല. പിരിച്ചെഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന്, ഇവിടെ കണ്ടവർ ഉണ്ട് എന്ന്, തിരണ്ടിസംഘം. അടുത്തത് അവർക്ക് മിണ്ടാട്ടമില്ലെന്നു, മിണ്ടാട്ടം ഇല്ല എന്ന് എന്നിങ്ങനെ 3 വാക്കുകളായിട്ട് അത് പിരിച്ചെഴുതിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് പദങ്ങൾ പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോഴും
വാക്യങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ചർച്ച ചെയ്യുക എന്നാണ്. പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നു. ഉച്ചാരണ സൗകര്യത്തിന് ചേർത്ത് എഴുതുന്നത് ഉപകരിക്കും. പിരിച്ചെഴുതുമ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. എന്നിരുന്നാലും ചേർത്ത് എഴുതുന്നത് എഴുത്തിനും വായനയ്ക്കും കൂടുതൽ സൗന്ദര്യം നൽകുന്നു. പാഠഭാഗത്തുനിന്ന് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പിരിച്ചെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സചിത്ര നിഘണ്ടു. കേരളത്തിലെ ചില പ്രമുഖ കലാരൂപങ്ങളെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രങ്ങളടക്കം കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ കലാരൂപങ്ങളെക്കുറിച്ച് ലഘുവിവരണം ഉൾപ്പെടുത്തി സചിത്ര നിഘണ്ടു തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, ഒപ്പന എന്നിവയെ പറ്റിയാണ് കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ കലാരൂപങ്ങൾ കണ്ടെത്തിയിട്ട് ഇതേപോലെ ചിത്രങ്ങളടങ്ങുന്ന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അരങ്ങിൽ തിളങ്ങാം. മീനോളം നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. തുടർന്ന് ആവശ്യമായ അരങ്ങു സാമഗ്രികൾ ഒരുക്കി കൂടുതൽ തയ്യാറെടുപ്പോടെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പരിപാടിയിൽ അവതരിപ്പിക്കുക. സംഘചർച്ച, അഭിനേതാക്കളെ കണ്ടെത്തൽ, നാടക പരിശീലനം, പിന്നണി പശ്ചാത്തല സംഗീതമൊരുക്കൽ, നാടകാവതരണം. ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ്, പോസ്റ്റർ എന്നിവ തയ്യാറാക്കുക. അപ്പോൾ നാടകത്തിന് മുന്നേ തയ്യാറാക്കേണ്ട നോട്ടീസ്, പോസ്റ്റർ എന്നിവയുടെയൊക്കെ മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടു നോക്കുക. ചുമർ പത്രിക ഡിജിറ്റൽ മാഗസിൻ. കേരളത്തിലെ നാടൻ ദൃശ്യകലകൾ, ചിത്രകല എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു ചുമർ പത്രിക തയ്യാറാക്കുക. അതോടൊപ്പം സ്കൂൾ വിക്കിയിലേക്ക് ഡിജിറ്റൽ മാഗസിനും തയ്യാറാക്കുമല്ലോ. കഴിഞ്ഞ പ്രവർത്തനത്തിൽ കലാരൂപങ്ങളും അവയുടെ ചിത്രങ്ങളും ഒക്കെ അടങ്ങിയ ഒരു സചിത്ര നിഘണ്ടു നമ്മൾ തയ്യാറാക്കിയല്ലോ. അതേപോലെ ചിത്രങ്ങൾ, കലകളുടെ ചിത്രങ്ങളും അവയുടെ കുറിപ്പുകൾ തുടങ്ങിയ വിവരങ്ങളൊക്കെ ചാർട്ട് പേപ്പറിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒട്ടിക്കുക, എഴുതുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചുമർ പത്രിക തയ്യാറാക്കാം. അടുത്തത് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.